ഒരു വശത്ത് കുരുവംശത്തിൻ്റെ രാജകുമാരൻ, മറ്റൊരു വംശത്ത് ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ്. ഒരു വശത്ത് ഗുരുക്കളുടെ പ്രിയ ശിഷ്യൻ, മറ്റൊരു വശത്ത് സ്വന്തം കഴിവിൽ ഉയർന്നു വന്ന യോദ്ധാവ്. പക്ഷേ യുദ്ധഭൂമിയിൽ ഇവർ ഇരുവരും സമം. ഇത് ഭാരതകഥയിലെ അർജുനൻ, കർണൻ എന്നീ ധീരന്മാരുടെ കാര്യമാണ്. ഇവരിൽ ആരാണ് യഥാർത്ഥത്തിൽ ശ്രേഷ്ഠൻ? അർജുനൻ ധീരന്മാരായ പാണ്ഡവന്മാരിൽ ഒരാൾ ആകുന്നു. ഹസ്തിനാപുരത്തിന്റെ രാജാവായിരുന്ന പാണ്ഡുവിന്റെ മകനായി രാജകീയ കുടുംബത്തിൽ ജനനം. ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠനായ ഗുരു, ദ്രോണരുടെ ശിഷ്യൻ, പോരെങ്കിൽ ഇന്ദ്രന്റെ വരദാനമായി കുന്തിക്ക് പിറന്ന ഇന്ദ്രപുത്രൻ. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ലഭിച്ച ഓരോ അവസരങ്ങളും അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് നയിച്ചു. ഇനി കർണൻ, സൂര്യന്റെ പുത്രൻ, സൂര്യന്റെ കടാക്ഷമായി കുന്തിക്ക് വിവാഹത്തിന് മുൻപേ പിറന്ന മകൻ. പക്ഷേ അതുകൊണ്ട് തന്നെ അവനെ ഉപേക്ഷിക്കപ്പെട്ടു. ശേഷം അധിരഥ സാരഥിയുടെ മകനായി വളർന്നു. അവൻ ജനിച്ചത് രാജാവായി അഥവാ രാജകുമാരനായി ആണെങ്കിലും ജീവിച്ചതൊരു സാധാരണക്കാരനായി ആകുന്നു. ഒരു നിർഭാഗ്യ ജന്മം തന്നെയാണ് അദ്ദേഹമെന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ഈ അർജുനനും കർണനും തമ്മിൽ കുറച്ച് സാമ്യതകൾ ഉണ്ട്. കഴിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ അർജുനന് അഗ്നിദേവന്റെ വരദാനമായ ഗാണ്ഡീവം വില്ല് ലഭിച്ചു. അത് ലോക പ്രശസ്തം ആകുന്നു. ബ്രഹ്മാസ്ത്രം, പാശുപതാസ്ത്രം എന്നിങ്ങനെയുള്ള ദിവ്യമായ അസ്ത്രങ്ങളും അദ്ദേഹം കരസ്ഥമാക്കി. അർജുനന് സദാസമയവും കൃഷ്ണൻ എന്ന സുഹൃത്തിന്റെ സഹായം എപ്പോഴും ഉണ്ടായിരുന്നു. കൃഷ്ണൻ എന്നത് വെറും ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹം സാക്ഷാൽ ഈശ്വരനും കൂടി ആയിരുന്നു എന്നത് ഓർക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അർജുനന് കിട്ടിയത് ദൈവത്തിന്റെ തന്നെ വഴികാട്ടൽ ആയിരുന്നു. ഇനി കർണനിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിനും ശ്രേഷ്ഠമായ അഥവാ ദൈവികമായ ഒരു വില്ലുണ്ടായിരുന്നു. അതാകുന്നു വിജയം. നേരായ മാർഗത്തിലൂടെ അല്ലെങ്കിലും അദ്ദേഹവും ഒട്ടനവധി ദിവ്യ അസ്ത്രങ്ങൾ സമ്പാദിച്ചിരുന്നു. അർജുനനിൽ ഇല്ലാത്ത, അല്ല, മഹാഭാരത ഇതിഹാസത്തിൽ തന്നെ മറ്റാർക്കുമില്ലാത്ത ഒരു ശ്രേഷ്ഠത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ദാനശീലം ആയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു മേന്മയായിട്ട് എടുത്തു പറയേണ്ട കാര്യം തന്നെയാകുന്നു. വിദ്യ അഭ്യസിച്ചത് കള്ളം പറഞ്ഞ് ആയതിനാൽ തന്നെ പരശുരാമൻ എന്ന ഗുരുവിൽ നിന്നും വലിയൊരു ശാപത്തിന് പാത്രമാകേണ്ടവനായി വന്നവനാകുന്നു കർണൻ. ഇനിയും ഇരുവരുടെ സ്വഭാവ സവിശേഷതകൾ നോക്കിയാൽ അർജുനനിൽ വളരെ അനുസരണം, ധർമ്മബോധം, നന്മയുടെ പക്ഷം നിന്ന് നല്ലവരായ ആളുകളോട് സഹവസിക്കുക, അവരുടെ വാക്കുകൾ കേൾക്കുക, ഒരിക്കലും അഹംഭാവം കൊണ്ട് തീരുമാനം എടുക്കാത്തവൻ എന്നിങ്ങനെയുള്ള ഒട്ടനവധി മേന്മകൾ ഉണ്ടായിരുന്നു. എങ്കിൽ കർണൻ ആത്മാഭിമാനം, ദൃഢനിശ്ചയം, സൗഹൃദ വിശ്വാസം, ദുര്യോധനനോടുള്ള വിധേയത്വം എന്നിങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തെറ്റായ സൗഹൃദത്തിൽ അകപ്പെട്ടതിനാൽ, തെറ്റായ മാർഗത്തിൻ്റെ ഭാഗം ആയതിനാൽ അങ്ങനെ പല നീച പ്രവർത്തികളും പറയുകയും ചെയ്യുകയും ചെയ്യേണ്ടതായി വന്നു കർണന്. കുരുക്ഷേത്രത്തിൽ ഇരുവരും പകരം വയ്ക്കുവാൻ കഴിയാത്ത പ്രകടനം കാഴ്ചവെച്ചു. എങ്കിലും സർവ്വതും നഷ്ടപ്പെട്ടു നിന്ന കർണനെ അർജുനൻ വധിച്ചു. ഇത് നീതിയാണോ? ഒരു ചോദ്യം. എല്ലാ അവസരങ്ങളിലും ഒരുപോലെ ആയിരുന്നെങ്കിൽ അർജുനൻ ജയിക്കുമായിരുന്നോ? എന്നാൽ അർജുനൻ ജയിച്ചു. പക്ഷേ കർണൻ ഹൃദയങ്ങളിലേക്ക് മടങ്ങി. ചരിത്രം വിജയിയെ ഓർക്കും, പക്ഷേ മനുഷ്യർ ത്യാഗിയെ സ്നേഹിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യഥാർത്ഥ പോരാളി ആരായിരുന്നു?